ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18-ന് തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോർഡ്സിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൽഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അല്പം മുൻപ് വിക്ഷേപിച്ചു. മിഷൻ ആഗമൻ ദൌത്യത്തിന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ ഇത്തരം ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ ദിവസങ്ങളായി നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതി ഉത്തരവും കണക്കിലെടുത്താണ് മതിയായ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി BD സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈ ഓവർ, 2 പാലങ്ങൾ എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് സംസ്ഥാനത്തുടനീളം വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. രാസലഹരിയും ലഹരിയും കേരളത്തെ തകർക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ജനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ചുള്ള കൊയിലാണ്ടി നിയോജക മണ്ഡല തല ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. ചിങ്ങപുരം CKG MHSൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP പങ്കെടുക്കും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോര പാത തുടർന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് 20 ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ചടങ്ങിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12-ന് മന്ത്രി K മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിൽ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ.
സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യക്കാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1801117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പവർ കട്ടിന് കാരണം മൺസൂൺ മഴയിലുണ്ടായ കുറവാണെന്ന് പറഞ്ഞ് സർക്കാരിനെ കൈയൊഴിയാനാവില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. മുടക്കമില്ലാതെ വൈദ്യുതി നൽകാൻ സാധിക്കാത്തിടത്ത് നിക്ഷേപവും പുതിയ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വളരില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ 3ാം സ്ഥാനക്കാരെ നാളെ അറിയാം. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ലൂസേഴ്സ് ഫൈനൽ കേവലം 3ാം സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു മത്സരം മാത്രമല്ല, സെമിയിൽ പൊരുതി വീണെങ്കിലും രാജ്യത്തിന്റെ അഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള കാൽപന്ത് യുദ്ധം നഷ്ടമായ ഒരു ഫൈനലിന്റെ വീര്യമുള്ളതാണ്. ഒരു ഭാഗത്ത് പരമ്പരാഗത വൈരികളോട് കാലിടറിയ ഫ്രാൻസ്, എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരുടെ കോർത്ത് കീഴടങ്ങിയ ഇംഗ്ലണ്ട്. സുവർണ കിരീടം നഷ്ടമായെങ്കിലും പക്ഷേ ഒരു യുദ്ധം ഇപ്പോഴും ബാക്കിയാണ്. മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബൂട്ട് അണിയാനുള്ള അവസാന അവസരം എംബാപ്പയ്ക്കോ ഹാരി കെയ്നോ. മുറിവേറ്റ 2 കടുവകൾ നേർക്കുനേർ നിൽക്കുന്ന അവസാന വേട്ടയാണിത്. തോറ്റവൻ പോലും തലയുയർത്തി മടങ്ങാൻ നടത്തുന്ന അവസാന പോരാട്ടം. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ലോർഡ്സിലാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ നാളത്തെ മത്സരം നിർണായകമാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം ഇന്ന്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിൽ നടന്ന പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. വിവിധ ജില്ലകളിലായി ഇതിനകം 40 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. 10 കോടി രൂപയാണ് 1ാം സമ്മാനം. സംസ്ഥാന ലോട്ടറിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുകയോ പണം നൽകുകയോ ചെയ്യരുതെന്ന് ലോട്ടറി വകുപ്പ് ഡയറക്ടർ. വിവിധ ഫീസുകൾ, GST, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്കായി പണം ആവശ്യപ്പെട്ടാൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.
സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോർഡ്സിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.